എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിൽ നല്ലൊരു ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. തേങ്ങയൊക്കെ വറുത്തരച്ചും ഉണ്ടാക്കാറുണ്ടല്ലേ? ഞാനിവിടെ തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കണില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഞണ്ട് റോസ്റ്റാണ് കേട്ടോ ഇത്. കപ്പയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. കൂടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇനി നമുക്ക് കറി തയ്യാറാക്കാനായി ഞണ്ട് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ചെറിയ കാലുകളൊന്നും ഒഴിവാക്കാതെയാണ് കേട്ടോ അവർ കട്ട് ചെയ്ത് തന്നത്. നിങ്ങളൊക്കെ അങ്ങനെയാണോ ചെയ്യാറ്? ഇനി നമുക്ക് ഈ ഞണ്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ. കുറേ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് വലിയുള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. ഞാൻ കുറച്ച് ചെറിയ ഉള്ളി കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ഇനി കടുകിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടില്ലേ സവോളയും പച്ചമുളകും തക്കാളിയും വറ്റൽമുളകും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. കൂടുതലൊന്നും വഴലണ്ട കേട്ടോ. അതിൽ പച്ചമണം ഒന്ന് മാറണം. തക്കാളിയിലേക്ക് വെള്ളമൊക്കെ ഒന്ന് വരിഞ്ഞ് കിട്ടണം. അത്രേ വേണ്ടുള്ളൂ. എണ്ണയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ചാണ് എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. വീട്ടിൽ തന്നെ അരച്ചെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചതച്ചിട്ടാലും മതി കേട്ടോ. ഞാനിവിടെ അരച്ചൊന്ന് സ്റ്റോക്ക് ചെയ്ത് വെച്ചതാണ് ഇട്ടിട്ടുള്ളത്. ഇനി അതിലേക്ക് അത്യാവശ്യം കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം. കൂടുതലായാൽ അത്രയും നല്ലതാണേ. ഇനി ഒന്ന് അത് വഴറ്റിയെടുക്കണം. ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ മാറി തക്കാളിയിലെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു സ്പൂണാണ് കേട്ടോ. പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. കാശ്മീരി ചില്ലിയും കൂടി ചേർത്താൽ കറിക്കൊക്കെ ഒരു നല്ലൊരു കളറും കൂടി ഉണ്ടാവും. അല്പം ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ വന്നിട്ടില്ല. ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് ഒന്ന് ചതച്ചിട്ടാലും മതി കേട്ടോ, നൈസാക്കാതെ. പിന്നെ ഗരം മസാലയാണ് ചേർത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയാൽ മാത്രം മതി കേട്ടോ. കരിയൊന്നും വേണ്ട. അതാ ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ടുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഞണ്ടിലേക്ക് എല്ലാ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. അതിൻ്റെ തോടൊക്കെ ഭയങ്കര കട്ടിയുള്ളതല്ലേ, അത്ര പെട്ടെന്നൊന്നും അങ്ങ് പിടിച്ച് വരില്ല അല്ലേ. ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഈ ടൈമിൽ ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കണം കേട്ടോ. കണ്ടില്ലേ. ഇനി നമുക്ക് അതിലേക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള നാരങ്ങയുടെ ജ്യൂസ്, ചെറുനാരങ്ങയുടെ ജ്യൂസാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതല്പം ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണ്ട, ഒരല്പം ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. പച്ചവെള്ളം ഒഴിക്കണ്ട കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഗ്രേവിയുടെ അളവൊക്കെ അവരവരെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാൻ അല്പം കുറുകിയ ചാറിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഒന്ന് തിളച്ചൊന്ന് വറ്റിയും വരും. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കണം. അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇടയ്ക്കൊന്ന് തുറന്നു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി നോക്കണം കേട്ടോ. ഞണ്ടിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി ഇത്രയും വെള്ളമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് വേവിച്ച് വരുമ്പോഴേക്കും കുറച്ചും കൂടി കുറുകി വരും. കൂടുതൽ ഗ്രേവി ആവശ്യമുള്ളവർക്ക് അല്പം കൂടി ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, തിളച്ച് ഞണ്ടെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ചാറൊക്കെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു നിറമൊക്കെ മാറിയത് കണ്ടില്ലേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഞണ്ട് കറിയാണ് കേട്ടോ. എല്ലാവരും അഭിപ്രായം പറയണം, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.